മരിച്ച പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സന്റെ വീട്ടിൽ നിന്ന് സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, അവിടുത്തെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ആര്യ, നാടിനെ ആകെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് ആലപ്പുഴയിലെ വാഹനാപകടം. ഇതിൽ മരിച്ച ശ്രീദീപ് വത്സൻ്റെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. നാട്ടുകാരുടെയൊക്കെ ഒരു പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീദീപ് എന്നാണ് ഇവിടെ എത്തിയപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. ഈ വീട്ടിൽ ഇപ്പോൾ നാട്ടിലെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളടക്കമുള്ള ശ്രീദീപിൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ മരണവിവരം അറിഞ്ഞത് മുതൽ സഹപാഠികളും അതുപോലെ തന്നെ സുഹൃത്തുക്കളടക്കം വീട്ടിലെത്തി. ശ്രീദീപിൻ്റെ അച്ഛൻ ശ്രീവത്സൻ അധ്യാപകനാണ്. അതേപോലെ തന്നെ അമ്മ അഭിഭാഷകയാണ് ബിന്ദു. അവരുടെ ഏക മകനാണ് ശ്രീദീപ്. എന്നാൽ തന്നെ വലിയ ദുഃഖത്തിൽ തന്നെയാണ് വീടും അതുപോലെ തന്നെ നാടും. കാരണം നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു. നാട്ടിലെ സ്പോർട്സ് രംഗത്തടക്കം സജീവ സാന്നിധ്യമായിരുന്നു ശ്രീദീപ്. സ്കൂൾ പഠനകാലത്ത് മുതൽ ഹഡിൽസിലെ താരമായിരുന്നു ശ്രീദീപ്. പാലക്കാട് ഭാരതമാതാ സ്കൂളിലെ അധ്യാപകനായ വത്സൻ്റെയും അതുപോലെ തന്നെ അഭിഭാഷകയായ ബിന്ദുവുടെയും ഏക മകനാണ്. കുടുംബത്തിൻ്റെ ഏക ഒരു ആശ്രയം കൂടിയായിരുന്നു. MBBSന് രണ്ടാമത്തെ ശ്രമത്തിലൂടെയാണ് പാലക്കാട് എൻട്രൻസിലൂടെ MBBSന് പ്രവേശനം ലഭിച്ചത്. പഠനത്തിലടക്കം മികച്ച രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിച്ച ഒരു കുട്ടി കൂടിയായിരുന്നു ശ്രീദീപ്. നിലവിൽ ശ്രീദീപിൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മരണവിവരം അറിഞ്ഞത് മുതൽ നാട്ടിലെ എല്ലാവരും എത്തിയിരുന്നു. ഇന്നലെ എപ്പോഴായിരുന്നു മരണവിവരം അറിഞ്ഞത്? ഇവിടെ അറിയുമ്പോൾ ഞങ്ങളൊരു 10 മണിയായിട്ടുണ്ടാവും തോന്നുന്നു. ഞാനെല്ലാം അറിഞ്ഞ് ഇവിടെ തൊട്ട വീട്ടിൽ അവനെ മെസ്സേജ് ചെയ്ത് കണ്ണം പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞത്. അപ്പോൾ പിന്നെ അപ്പോഴേക്ക് പിന്നെ TV ചാനലൊക്കെ നോക്കിയപ്പോഴൊക്കെ വന്നിരിക്കണം, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി പേര് പോലും വന്നിരിക്കണം. അപ്പം അങ്ങനെ അറിഞ്ഞത്. എങ്ങനെയായിരുന്നു ശ്രീദീപ് നാട്ടിൽ പറഞ്ഞാൽ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. സ്പോർട്സിലും കാര്യത്തിലൊക്കെ ഭയങ്കര പിന്നെ അത് സൈലൻ്റാണ്. പുള്ളിനെ അധികം കാണുക പോലും ഇല്ല. ഇങ്ങനെ പഠിത്തം കാര്യങ്ങൾ, സ്പോർട്സ് കാര്യങ്ങൾ, അത് പോണതും വരുന്നതൊക്കെ അച്ഛൻ്റെ കൂടിയാണ്. അത്രയായിട്ട് ഭയങ്കര ഒതുങ്ങിയ കുട്ടി. പറഞ്ഞാൽ എന്താ പറയുക, ഒരു മാതൃകയായിട്ടുള്ള അങ്ങനെ ഒരു കുട്ടിയാണ്. എന്താ ചെയ്യുമ്പോൾ നമ്മൾ അച്ഛൻ അധ്യാപകനാണ് ഇവിടെ ഭാരതമാതയിൽ. അമ്മ അഡ്വക്കറ്റുമാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് പാലക്കാട് തന്നെ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ അങ്ങനെ തീരുമാനം അവിടെ അറിഞ്ഞത് 5 മണിയാവും എന്നൊക്കെ പറഞ്ഞു. അവിടെ 2 ടേബിളേ ഉള്ളൂ. അപ്പോൾ 5 പേരുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ പൊതുദർശനമുണ്ട് അവർ മെഡിക്കൽ കോളേജിൽ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 5 മണിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞ്. സംസ്കാരം 5 മണി ഏതായാലും 5 മണിക്ക് ശേഷമായിരിക്കും വിചാരിക്കുന്നു. കൃത്യമായിട്ട് സമയമൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ വിചാരിക്കുന്നു. ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ടോ ആലപ്പുഴ? ഇവർ ബന്ധുക്കൾ മാത്രം പോയിട്ടുണ്ട്. കുറച്ച് പേര് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇവിടെയുണ്ട്. നാട്ടുകാരൊക്കെ തീർച്ചയായും ആര്യ, നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു ശ്രീദീപ് എന്നാണ് നാട്ടിലുള്ള ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ പഠനത്തിലും മികച്ച രീതിയിൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടി കൂടിയാണ് ശ്രീദീപ്. നാടിനെ ഒന്നാകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ആര്യ. തീർച്ചയായും സച്ചിൻ, നോക്കൂ, 12 മണിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതുദർശനം കഴിഞ്ഞ് മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാട്ടിലെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇവിടെ പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ടോ? സംസ്കാര നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുന്ന ഒരു സ്ഥിതിയിലാണോ കാര്യങ്ങൾ തീരുമാനിച്ചത്? ആര്യ, തീർച്ചയായും. കാരണം അവിടെ ആലപ്പുഴയിലെ പൊതുദർശനം അടക്കം കഴിഞ്ഞ് പാലക്കാട് എത്തുന്ന സമയത്തിനനുസരിച്ച് ക്രമീകരിക്കാനാണ് ഇപ്പോൾ നിലവിൽ ബന്ധുക്കൾ അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നെടുത്ത തീരുമാനം. കാരണം പാലക്കാട് എത്തിയതിന് ശേഷം വീട്ടിൽ പൊതുദർശനം അടക്കം ഉണ്ടാവും. അതിനുശേഷം എത്ര മണിയോടുകൂടെ സംസ്കാരം നടത്തണം എന്ന കാര്യം ബന്ധുക്കളുമായി ആലോചിച്ച് തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ശ്രീദീപിൻ്റെ ബന്ധുക്കളാണ് ആലപ്പുഴയിലേക്ക് പോയിട്ടുള്ളത്. അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഉണ്ട്. അത്തരത്തിൽ നാട്ടുകാരെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തി. ബന്ധുക്കളുടെയും അതേപോലെ തന്നെ നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീദീപ്. ഈ ബിന്ദു അതേപോലെ തന്നെ ശ്രീവത്സൻ ദമ്പതികളുടെ ഏക മകൻ കൂടിയാണ് ശ്രീദീപ്. ഏക ഒരു ആശ്രയം
യാത്രയും കൂടിയായിരുന്നു. പഠനത്തിലടക്കം മികവ് പുലർത്തിക്കൊണ്ട് MBBS അടക്കം രണ്ടാമത്തെ ശ്രമത്തിലാണ് എൻട്രൻസ് എഴുതി MBBS ലഭിച്ചത്. നല്ല രീതിയിൽ മികച്ച രീതിയിൽ പഠന മികവ് പുലർത്തിയിരുന്ന കുട്ടിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ നാട്ടുകാരും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ എല്ലാവരെയും ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ വാഹനാപകടം. ശരി സച്ചിൻ, സച്ചിനിലേക്ക് മടങ്ങിയെത്താം. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്.